ഹായ്, കുറെ ആവിഹിതക്കാരുടെ ഒരു വിഷയം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ആക്ച്വലി ഞാൻ ഒത്തിരി പേരെ കണ്ടിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് ചുറ്റുമുള്ള എൻ്റെ ഒപ്പം വന്ന് നിന്നുകൊണ്ട് കുറെ പിന്നെ എന്താ പറയണ ഈരവാദമൊക്കെ ഉന്നയിച്ചുകൊണ്ട് കുറെ അധികം പേരെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. കടപ്പുറം കക്കൂസിനെ നിങ്ങൾ അങ്ങനെ കണ്ടിട്ടുണ്ടാകും. തീർച്ചയായിട്ടും എൻ്റെ വീട്ടിൽ വന്ന് 9 ദിവസം നിന്ന് എൻ്റെ ആഹാരം കഴിച്ച ശേഷം എനിക്കെതിരെ കോൺസ്റ്റന്റ്ലി വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയുടെ കാര്യമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഇതിൽ ഒരു കാര്യമുണ്ട്, എച്ചിൽ തിന്നുന്ന 2 വ്യക്തികളാണ് അവർ. വ്യക്തികളെന്ന് പോലും പറയാൻ പറ്റത്തില്ല, കക്കൂസുകളാണ്. ഒരുത്തൻ ഒരുത്തിയുടെ കക്കൂസ് തിന്നുന്നു, ഒരുത്തിയുടെ കക്കൂസ് വേസ്റ്റ് തിന്നുന്നു. അതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ പറയാതെ വിട്ടുപോകുന്നത്. ഞാനിത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. ഒത്തിരി പേര് എന്നോട് വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെ നിങ്ങൾക്കെതിരെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, നിങ്ങൾ എന്താ മിണ്ടാതിരിക്കുന്നതെന്ന്. ആക്ച്വലി ഞാൻ കേസ് കൊടുത്തിട്ടിരിക്കുകയാണ്. കേസ് കൊടുക്കുന്നതിൻ്റെ കാരണം മാനനഷ്ട കേസാണ്. ഈ മാനമുള്ളവർക്കാണ് ഈ നഷ്ടം വരിക. അപ്പോൾ അതിനെതിരെ കേസ് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും അത് എടുക്കും. അപ്പം നമ്മൾ അതിനെതിരെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞാൽ പിന്നീട് അതിനൊരു റെലവൻ്റ് ആയിട്ട് അത് പോകത്തില്ല. അതുകൊണ്ടാണ് മൗനമായിട്ടിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പോൾ ലൈവ് സെക്ഷനിൽ നിങ്ങൾ അങ്ങനെ ഒന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പിന്നീട് എനിക്ക് ഈ പരാതിയുമായിട്ട് മുൻപോട്ട് പോകാനൊക്കത്തില്ല. തീർച്ചയായിട്ടും അത് ഞാൻ തിരുവനന്തപുരത്ത് തന്നെയാണ് ഈ കേസുകളെല്ലാം കൊടുക്കുന്നത്. ആസ് യൂഷ്വൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ഇവിടെ ഇങ്ങനെ ഒരു നമ്മൾ സോഷ്യൽ മീഡിയ ഫൈറ്റ് എന്നുള്ള ലെവലിൽ ഇവിടെ ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലായതുകൊണ്ട് തന്നെ ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷൻ അവരത് കൺസേൺ ചെയ്യാറില്ല. പക്ഷേ ഈ ഒരു വിഷയം ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷൻ എന്നോട് അക്സെപ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നിട്ട് പോലും എനിക്കിത് വേണ്ട, എനിക്ക് തിരുവനന്തപുരത്ത് മതിയെന്ന് പറഞ്ഞു. കാരണം ഞാൻ ഇവിടെ ഏറ്റുമാനൂർ കോടതിയിലല്ല ഇത് കൊടുക്കാൻ പോകുന്നത്, ഞാൻ അവിടെ തിരുവനന്തപുരത്ത് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പം എനിക്ക് എളുപ്പമുള്ളത് ഒന്ന് ആറ്റിങ്ങൽ കോടതി അല്ലെങ്കിൽ ജില്ലാ കോടതി, എവിടെയായാലും അവിടെയാണ് കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇത് കോടതിയിലേക്ക് പോകുന്ന കേസാണ്. വെറും ഒരു FIR ആയിട്ടോ പോലീസ് സ്റ്റേഷനിലോ ഇത് ഒതുക്കാനോ ഒന്നുമല്ല ഞാൻ പ്ലാൻ ചെയ്യുന്നത്. എനിക്ക് നഷ്ടപരിഹാരം കിട്ടണം. ബിക്കോസ് ഒരു രീതിയിലും ഒരു ക്രൈമിലും ഇൻവോൾവ് ആവാത്ത ഞാൻ നിരന്തരമായി തട്ടിപ്പുകാരിയാണെന്നും മറ്റുമൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്യുന്ന ഒരു വൃത്തികെട്ട സംഘം അപ്പുറത്തുണ്ട്. പലർക്കും അഡ്രസ്സ് ഇല്ല. ഞാൻ കുറേ അധികം പേരുടെ അഡ്രസ്സ് കണക്കാക്കി എടുത്തിട്ടുണ്ട്. എന്നെ പറ്റി മോശമായിട്ട് പ്രസ്ഥാനങ്ങൾ പറയുമ്പോൾ അത് ആലോചിച്ച് കണ്ടു പറയുക. തെളിവുള്ളവർക്ക് ചെയ്യാം. തെളിവില്ലാതെ തോന്നിവാസം പറഞ്ഞു കഴിഞ്ഞാൽ, FIR ഇല്ലാതെ എനിക്കെതിരെ തട്ടിപ്പ് കേസ് പറഞ്ഞുകൊണ്ട് വന്നാൽ അതിനെതിരെ ഞാൻ കർശനമായി നടപടിയെടുക്കും. അതിന്റെ കാരണം ഞാൻ ഇവിടെ ഏറ്റുമാനൂർ തട്ടിപ്പുകാരിയെ പോലെ ഞാൻ കേസിൽ പ്രതിയോ ഒന്നുമല്ല. അങ്ങനെ യാതൊരു പ്രശ്നത്തിലും ഞാൻ ഇല്ലാത്ത ഒരു കാര്യത്തിന് എനിക്കെതിരെ അങ്ങനെ അലിഗേഷൻ പറയുന്നത് അംഗീകരിച്ചു കൊടുക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. പൈസ കടം വാങ്ങി എന്ന ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് ഈ ബഹളങ്ങളൊക്കെ കാണിക്കുന്നത്. അതിനകത്ത് ഞാൻ കൃത്യമായി വാട്സപ്പിന്റെ ഇതിടാൻ പറയുമ്പോൾ ആർക്കും ഉത്തരമില്ലേം താനും. അപ്പോൾ അതിനെപ്പറ്റിയൊന്നും ഞാൻ കൂടുതൽ ഡിസ്കസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. ഇപ്പോൾ എൻ്റെ വീടും എൻ്റെ നാട്ടുകാരെയും കുടുംബവും ഒക്കെ പറഞ്ഞുകൊണ്ട് അന്തസ്സായിട്ട് നിൽക്കുന്ന സ്ത്രീ തന്നെയാണ് ഞാൻ. കുടുംബമില്ലാത്ത വല്ലവളുടെയും എച്ചിൽ വാരി തിന്നുന്നവൾക്ക് ഇതിനപ്പുറവും പറയാൻ തോന്നും. എച്ചിലാണ് തിന്നുന്നതെന്നുള്ള ബോധം വേണം. പറഞ്ഞിട്ട് നാണമില്ല, പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് എക്സ്പ്ലനേഷൻസ് ഒന്നും തരാതിരിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ പറയുന്ന വ്യക്തി സൗദിയിലുണ്ട് എന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ സൗദിയിലുള്ള അത്യാവശ്യം അസോസിയേഷൻ മെമ്പേഴ്സിനെയൊക്കെ ഞാൻ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുകയാണെങ്കിൽ ഞാൻ സൗദിയിലേക്ക് തന്നെ പോയിട്ട് ഇതിന് മറുപടി കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. വിദേശത്തിരുന്നുകൊണ്ട് കൊണ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് വിട്ടുകളയും എന്നുള്ള ആ ധൈര്യം അതങ്ങ് തീർത്തു കൊടുക്കാൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത്. പഴയതുപോലെയല്ല, കുറച്ചുകൂടെ ഞാൻ വിജിലൻ്റ് ആയിട്ട് തന്നെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. സമയക്കുറവുണ്ട്, നിങ്ങൾക്ക് അറിയാമല്ലോ, സൂഷ്യൻ നമുക്ക് ഒരുപാട് പണികളുള്ളതാണ്. ഇവൻ ചെയ്യുന്ന കാര്യവും ഏതോ ഒരു തെരുവ് നായ വന്നുണ്ടാക്കി വെച്ചിരിക്കുന്ന തീട്ടം, അത്രയേ ഉള്ളൂ. വെറും തെരുവ് തീട്ടമാണ്. തെരുവിൽ കിടക്കുന്ന തെരുവ് തീട്ടത്തിനെയാണ് എടുത്തു വെച്ചിട്ട് എന്തോ ഭയങ്കര സംഭവമാണെന്ന് പറയാം. രണ്ടും വേസ്റ്റ് തിരുന്ന വേസ്റ്റ് കുഴികളാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും വേസ്റ്റുകളാണ്. ഒരാളും റെഗുലറായ അല്ലെങ്കിൽ നോർമലായ ഒരു കൃത്യമായ ജീവിതം നയിക്കുന്നവരല്ല. ഇനി ആ കുട്ടീനെയും കൂടെ അവൻ ഉപയോഗിക്കണം. അതും കൂടെ നമ്മൾ കണ്ട് കൃതാർത്ഥയാകണം. അതാണ് ഈ കുട്ടിയെ പറഞ്ഞു എന്ന് പറയുന്നുള്ളൂ. കുട്ടിയെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് കേസ് കൊടുക്കുക, അവിടെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാം എന്നുള്ളതാണ്. എൻ്റെ മകനെ കണ്ട് വെള്ളം ഇറക്കിക്കൊണ്ട് ഈ വീട്ടിൽ വന്ന് തലങ്ങും വിലങ്ങും അവനെ അതും ഇതും ഒക്കെ കാണിച്ച് മലന്നും കമന്നും കിടന്നും ഒക്കെ നോക്കിയിട്ട് കൊച്ചു തിരിഞ്ഞു നോക്കാത്തതിൻ്റെ സങ്കടമാണ് അവിടെ പോയിരുന്നുകൊണ്ട് ഒലിപ്പിച്ച് തീർക്കുന്നത്. അവനത് മനസ്സിലായത് കൊണ്ടാണ് 24 hours മൊബൈൽ തുറന്ന് വെച്ച് കാത്തിരുന്നത് എന്താണ് നടക്കണേന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ ആകെ മൊത്തത്തിൽ ഇത്രത്തോളം വൾഗാരിറ്റി നിറഞ്ഞ ഒരു മനസ്സുള്ള ഒരു സ്ത്രീയെ വീട്ടിൽ കയറ്റി ആഹാരം കൊടുത്തു എന്നൊരു തെറ്റേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ ഒപ്പം തന്നെ എൻ്റെ കുറേ പണവും അടിച്ചോണ്ട് പോയിട്ടുണ്ട്. എൻ്റെ വീട്ടിലുണ്ടായിരുന്ന കുറേ സാധനങ്ങളും കൊണ്ടുപോയിട്ടുണ്ട്. ഞാൻ കേസൊന്നും കൊടുക്കാൻ പോയില്ല. കാരണം ഇതൊക്കെ ചീപ്പ് കേസുകളാണ്. നമ്മൾ എത്രയോ പേർക്ക് ഭിക്ഷ കൊടുക്കുന്നു, അത്രയും കണക്കാക്കിക്കൊണ്ടും കളഞ്ഞാൽ മതി എന്നുള്ളതാണ്. നമ്മളിൽ നിന്ന് വാങ്ങി നക്കിയിട്ട് അതും തിന്നിരുന്ന് ഏമ്പക്കം വിട്ടിട്ട് നമ്മളെ തന്നെ തെറി പറയുന്ന ഒരു പ്രത്യേക തരം കുൽസിതം ഒന്നും പറയാനില്ല. ഏതായാലും വരും ദിവസങ്ങളിൽ ഞാൻ ഇത് നിയമപരമായി തന്നെ നേരിടും. കാരണം കുൽസിതം വിചാരിക്കുന്നത് പോലെയല്ല, കക്കൂസുകൾ രണ്ടുപേരും വിചാരിക്കുന്നത് പോലെയല്ല, ഇത് പഴയതുപോലെ അല്ല എന്നുള്ളത് ഞാൻ തെളിയിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഈ വിഷയം ഞാനൊന്ന് പറഞ്ഞിടണമെന്ന് തോന്നിയത് കൊണ്ട് മാത്രം ചെയ്തൊരു വീഡിയോ ആണ് ഇത്. തൽക്കാലം ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നീ എടുത്തുകൊണ്ട് പോയി പ്ലേ ചെയ്യണമെന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ആഗ്രഹം സാധിച്ചു തരിക. ഞാൻ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. നന്ദി.